നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2024 വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി. 2025 ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യും. ഇതിനായി 850 കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഇതോടൊപ്പം തന്നെ 2025 ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവുകളിലായി കുടിശ്ശിക പെൻഷൻ വിവിധ ഘട്ടങ്ങളിലായി സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം വിതരണം ചെയ്തേക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് വിതരണം പ്രഖ്യാപിച്ച ആദ്യ ഗഡു പെൻഷൻ തുകയുടെ വിതരണം ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള 27 ലക്ഷത്തോളം വരുന്ന ആളുകളിൽ ഒട്ടുമിക്ക ആളുകൾക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വിതരണം പുരോഗമിക്കുന്നുണ്ട്. ജനുവരി മാസത്തിൽ തനത് പെൻഷൻ തുകയോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനും വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമ്പോൾ സർക്കാരിന്റെ കർശന പരിശോധനയുടെ ഭാഗമായി വലിയ ഒരു വിഭാഗം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഇതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന അനർഹരെ കണ്ടെത്തി പെൻഷൻ പുനഃക്രമീകരണം നടത്തുകയും ഇതിന്റെ ഭാഗമായി ക്രോഡീകരിച്ച ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുകയും ചെയ്യും. പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ, പുനഃക്രമീകരണം ഇവയെല്ലാം കൂടി ചേർത്ത് ഏറ്റവും പുതിയ ഒരു ഉത്തരവ് എത്തിച്ചേർന്നു. വിവിധ ജില്ലകളിലായി തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ അറിയിപ്പുകൾ പ്രകാരം പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ പെൻഷൻ തുക അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെത്തി നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.